ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കുമായിട്ടാണ്. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ ജോലികളിൽ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് പേ കമ്മീഷൻ. അതെ, 2026 കൂടി 8th പേ കമ്മീഷൻ നിലവിൽ വരും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എന്താണ് പേ കമ്മീഷൻ എന്നും എങ്ങനെയാണ് 8th പേ കമ്മീഷൻ നമ്മളെ പോലെയുള്ള ഉദ്യോഗാർത്ഥികൾക്കും കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കും ബെനിഫിഷ്യൽ ആകാൻ പോകുന്നതും എന്നാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമുക്ക് എന്താണ് പേ കമ്മീഷൻ എന്നൊരു ധാരണ ഉണ്ടാവണം. പേ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കാലാകാലങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകും. ഡെവലപ്മെന്റിനുള്ള എല്ലാ രാജ്യങ്ങളിലും കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു ഘടകമാണ് ഇൻഫ്ലേഷൻ. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെയും ജീവിത ചെലവിൽ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. ഈ മാറ്റത്തിന് ആനുപാതികമായിട്ട് ചില ഘടകങ്ങളെയും ചില മാനദണ്ഡങ്ങളെയും വെച്ചുകൊണ്ട് എംപ്ലോയീസിനും ഒപ്പം തന്നെ ഗവൺമെന്റിന്റെ പെൻഷൻ കിട്ടുന്ന ആൾക്കാർക്കും അവരുടെ ഇൻകം ഉയർത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഒരു കമ്മീഷനെ നിയമിച്ച് ആ കമ്മീഷൻ ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. അതിന് ആനുപാതികമായിട്ട് ഓരോ 10 വർഷം കൂടുമ്പോഴും സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സിനും അവരുടെ വരുമാനത്തിൽ ഒരു ഉയർച്ച ഉണ്ടാക്കി കൊടുക്കും. ഇത്തരം ഉയർച്ചയാണ് നമ്മൾ പൊതുവെ പേ കമ്മീഷൻ എന്ന ഒരു ടേമിലൂടെ പറയുന്നത്. ഈ ഒരു കമ്മീഷന്റെ സജഷൻ ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റുന്നു? നമ്മളുടെ ഇൻകം ഉയരുന്നു എന്നുള്ളതാണ് തത്വത്തിലുണ്ടാവുന്നത്. നമുക്ക് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇനി വരാൻ പോകുന്നത് 8th പേ കമ്മീഷനാണ്. നിലവിൽ നമ്മൾ 7th പേ കമ്മീഷന്റെ ബെനിഫിഷ്യറി ആയിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് അതുപോലെ തന്നെ പെൻഷനേഴ്സും ബെനിഫിഷ്യലായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റം വരും? ആദ്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, നിങ്ങളുടെ ശമ്പളം പൂർണ്ണമായിട്ടും പുതുങ്ങും. അതായത് നിലവിൽ ജോലി ചെയ്യുന്നവർക്കും ഇനി പുതുതായിട്ട് കയറുന്നവർക്കും ഒക്കെ കേന്ദ്ര ഗവൺമെന്റ് സാലറി ഉയർത്തും എന്നുള്ളതാണ്. അടുത്തതായിട്ട് പെൻഷൻ നിരക്കുകൾ പുനർപരിശോധിക്കും. രണ്ടാമതായിട്ട് വിവിധ വസ്തുക്കളിൽ തൊഴിൽ നിബന്ധനകൾ വിലയിരുത്തും. അത് മാത്രമല്ല, അതായത് ശമ്പളത്തിൽ മാത്രമല്ല, നിങ്ങളുടെ തൊഴിലിലും ഒപ്പം തന്നെ അതിന്റെ നിബന്ധനകളും കണ്ടീഷനുകളിലും ഗവൺമെന്റ് മാറ്റം വരുത്തും. ഇനിയും ജീവിത നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടുന്ന സജഷനുകളും ഇതിലുണ്ടാവും. ആകെ മൊത്തത്തിൽ ഏറെക്കുറെ ഇത്രയും, അതായത് നിങ്ങളുടെ ഭൗതികമായിട്ടുള്ള എല്ലാ മേഖലകളിലും ഒരു മെച്ചപ്പെട്ട മാറ്റമാണ് ഒരു പേ കമ്മീഷൻ റിവൈസിൽ വരുമ്പോൾ ഉണ്ടാകുന്നത്. ഇനിയും അതെങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? നിലവിൽ നമുക്കറിയാം 7th പേ കമ്മീഷനാണ് നിലനിൽക്കുന്നത്. അത് വന്നത് ജനുവരി 1, 2016 അതുകൊണ്ട് തന്നെ അടുത്ത പേ കമ്മീഷൻ നമുക്ക് 26 ജനുവരിയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? നമ്മുടെ സാലറിയിൽ ഹൈക്ക് ഉണ്ടാവണം. അടുത്ത വർഷം ജനുവരിയോട് കൂടി ഹൈക്കും നിങ്ങളുടെ ജീവിത നിലവാരത്തിലൊക്കെ മാറ്റം ഉണ്ടാകണം. ഇതിന് ആനുപാതികമായിട്ട് മാറുന്നത് ഫിറ്റ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഘടകമാണ്. ഇതൊരു എക്കണോമിക് ടേമാണ്. ഈ ഒരു ടേം ഉപയോഗിച്ചുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സാലറിയെ ഏതാണ്ട് ഒരു പർട്ടിക്കുലർ വാല്യൂ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ കിട്ടുന്ന വാല്യൂ ആണ് നിങ്ങളുടെ സാലറിയിലും നിങ്ങളുടെ ലിവിങ് സ്റ്റാൻഡേർഡിലും മാറ്റം ഉണ്ടാക്കുന്നത്. അതിനൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഒന്നും തരുന്നില്ല. ഈ ഫിറ്റ്മെന്റ് ഫാക്ടർ എന്താണ്? പൊതുവെ നമ്മുടെ നിലവിലുള്ള വാല്യൂവിനേക്കാളും 2.5 മുതൽ 2.86 വരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും വരും എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് നിലവിലെ സാലറിയോട് ഏതാണ്ട് 2.57 മുതൽ 2.86 വരെയുള്ള ഒരു ഹൈക്ക്, അതായത് ഇൻഡു ചെയ്യുമ്പോൾ, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ആയിരിക്കാം എന്നാണ് നമ്മൾ നിലവിൽ കരുതുന്നത്. ഇനിയും ഇതിൽ നിന്ന് വാല്യൂ കൂടാനും കുറയുവാനുമുള്ള സാധ്യതയുണ്ട്. കാരണം കമ്മീഷൻ കൊടുക്കുന്ന സജഷൻ അതുപോലെ തന്നെ ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അവർക്ക് അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട്, നമ്മുടെ ഇൻഫ്ലേഷണറി വാല്യൂസ് ഉണ്ട്. ഇതൊക്കെ ഇവിടെ ഒരു മാനദണ്ഡമായിട്ട് എടുക്കും എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമ്മൾ പറയുന്നു, നമ്മൾ അസ്യൂം ചെയ്യുകയാണ് 2.57 മുതൽ 2.86 വരെയാണെന്ന്. ഇവിടെ നമ്മൾ ഈ 2.57 അങ്ങ് വിടുന്നു. മറിച്ച് നമ്മളൊരു അസ്യൂംഡ് വാല്യൂ 2.50 എന്നൊരു വാല്യൂ വെച്ച് തന്നെ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന സാലറിയെ നമ്മളൊന്ന് കൗണ്ട് ചെയ്യാൻ പോവുകയാണ്. ആ ഒരു വാല്യൂവിൽ പോലെ, അതായത് നമ്മൾ 0.7 ഇവിടെ കുറച്ചിട്ട് 50 മാത്രം വെച്ചുകൊണ്ട് 2.50 എന്നൊരു വാല്യൂ വെച്ചുകൊണ്ട് മാത്രം നമ്മൾ ഇവിടുത്തെ വാല്യൂവിനെ അസസ് ചെയ്യാൻ പോവുകയാണ്. ഈ അസസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മാറ്റം നോക്കാം. ഇവിടെ ബേസിക് പേ, അതായത് ഇപ്പോൾ നിലവിൽ 7th പേ കമ്മീഷൻ പ്രകാരം ബേസിക് പേ ആയിട്ട് നിങ്ങൾക്ക് 18,000 രൂപ മാത്രമാണ് കിട്ടുന്നത് എന്നിരിക്കട്ടെ. ഇവിടെ 18,000 രൂപ മാത്രമാണ് നിങ്ങളുടെ ബേസിക് പേ എന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് 8th പേ കമ്മീഷനിലേക്ക് വരുമ്പോൾ, തുടക്കത്തിലാണ് ഫസ്റ്റ് മന്തത്തെ കാര്യമാണ് പറയുന്നത്, നിങ്ങൾക്ക് 2.50 എന്നൊരു വാല്യൂ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോലും നിങ്ങളുടെ സാലറി 45,000 ആയിട്ട് മാറുന്നു. അതായത് 45,000 രൂപയായിട്ട് ഒരു ഇൻക്രീസ് ഉണ്ടാകുന്നു. അതായത് 18ൽ നിന്ന് 45,000 ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നു. DA ഫസ്റ്റ് മന്താണ്, അതുകൊണ്ട് തന്നെ നമ്മളുടെ DA അവിടെ അസ്യൂം ചെയ്യുന്നില്ല.
നെക്സ്റ്റ് HRA ആണ്. നമ്മൾ പറഞ്ഞു 8 പേ കമ്മീഷൻ വരുമ്പോൾ അല്ലെങ്കിൽ പേ കമ്മീഷൻ വരുമ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂടി അസസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ വാല്യൂ ചേഞ്ച് ഉണ്ടാവുന്നത്. HRA എന്ന് പറയുന്നത് 2880 ആണ് 2016 വാല്യൂ വെച്ച് കണക്കാക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ 2.5 വാല്യൂ ഇട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ HRAയുടെ വാല്യൂ തന്നെ ഇവിടെ ഏതാണ്ട് 7200 ആയിട്ട് മാറുന്നു. ഇങ്ങനെ നമ്മൾ ഇവിടെ DA എന്ന വാല്യൂ പോലും ഇടാതെ കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. 7th പേ കമ്മീഷൻ പ്രകാരം നമുക്ക് ടോട്ടലായിട്ട് 30,420 രൂപയാണ് നിങ്ങൾക്ക് സാലറി കിട്ടുന്നതെങ്കിൽ ഇവിടെ DA പോലും ഇല്ലാതെ നിങ്ങൾക്ക് ഏതാണ്ട് 52,200 രൂപ എന്ന് പറയുന്ന ഒരു സാലറിയിലേക്ക് മാറുന്നു എന്നാണ്. ഇനി ഇത് കൂടാതെ ഇതിനകത്ത് എന്തുകൂടി വരും? അതാത് കാലങ്ങളിൽ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന DA കൂടി നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ വ്യക്തമായി കാണും എത്രത്തോളം രൂപയുടെ വ്യത്യാസമാണ് നിങ്ങളുടെ ഒരു പേ കമ്മീഷൻ വന്ന് റിവൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമെന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു ബെനിഫിറ്റ് ഏറ്റവും ആദ്യം, അതായത് കമ്മീഷൻ വരുന്ന സമയത്ത് നമ്മൾ സർവീസിൽ കിട്ടുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ്. മുമ്പോട്ട് പോകുന്തോറും ഇതിന്റെ അഡ്വാൻറ്റേജ് ലെവൽ കുറഞ്ഞു വരും. കാരണം ഇൻഫ്ലേഷനും അതിന് ആനുപാതികമായിട്ട് കൂടും എന്നതുകൊണ്ടാണ്. ഇനിയുള്ള 10 വർഷത്തേക്കുള്ള റിവൈസിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് നമ്മൾ സർക്കാർ ജോലി കരസ്ഥമാക്കുക എന്നൊരു വലിയ ടാസ്ക് നമ്മുടെ മുമ്പിലുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടുന്ന സർപ്ലസ് ഇൻകം നമുക്ക് സേവ് ചെയ്യാം എന്നുള്ളൊരു ബെനിഫിറ്റ് ഒരു കോമൺ എക്കണോമിക് തിയറിയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു കേന്ദ്ര ഗവൺമെന്റ് ജോലിക്കായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുക. അതുകൊണ്ട് തന്നെ അടൂർ ഏണസ്റ്റ് അക്കാഡമിയിൽ RRB SSC കോഴ്സുകളുടെ ഓഫ്ലൈൻ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ പഠിച്ചു തുടങ്ങേണ്ടുന്ന റൈറ്റ് ടൈമാണ്. നമുക്ക് നമ്മുടെ ജീവിത നിലവാരം ഉയർത്താനും ഒപ്പം തന്നെ നല്ല ഒരു കരിയർ നിങ്ങളുടെ കൈകളിലേക്ക് എത്താനും നിങ്ങളെ സഹായിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. സെൻട്രൽ ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള ജോലിയാണ്. 60 വയസ്സ് വരെ നിങ്ങൾക്ക് സേഫ് ആയി തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന, 50,000 രൂപയിലധികം ശമ്പളം ലഭിക്കുന്ന, ഏതാണ്ട് വർഷത്തിൽ 2 ലക്ഷത്തോളം നിയമനങ്ങൾ നടക്കുന്ന കേന്ദ്ര സർക്കാർ ജോലിക്കായി വളരെ കൃത്യമായി തയ്യാറെടുത്താൽ കേവലം 6 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്കും ജോലി കരസ്ഥമാക്കാൻ പറ്റും എന്നുള്ളത് ഏറ്റവും വലിയ സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലിക്കായി തയ്യാറെടുപ്പുകൾ തുടങ്ങുക. കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനും താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.